തിങ്കളാഴ്ച ഒരു അവിശ്വാസ പ്രമേയവും ഒരിടത്തും ചർച്ചയ്ക്ക് വരാൻ പോകുന്നില്ല. തിങ്കളാഴ്ച വളരെ ഭംഗിയായിട്ട് ഉച്ചയ്ക്ക് 2:30 മണിക്ക് കൗൺസിൽ ചേരും. കൗൺസിൽ നേരത്തെ നിശ്ചയിച്ചു കൊടുത്ത നിരവധി അജണ്ടകളുണ്ട്. അജണ്ടകളൊക്കെ ചർച്ച ചെയ്തിട്ട് ഭംഗിയായിട്ട് പിരിയും. ചൊവ്വാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കും. തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് UDF. അതിന് LDFിൻ്റെ കൂടി പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ മേയർ VV രാജേഷ് തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഒരു അവിശ്വാസം കൊണ്ടുവരുന്നു. 6 മാസം ഭരണം നടത്തി, പക്ഷേ ഇവിടെ ഭരണസ്തംഭനമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നിങ്ങൾ കോർപ്പറേഷൻ ഓഫീസിൽ വരുന്നുണ്ടല്ലോ, ഇവിടെ ഇത്രത്തോളം സജീവമായിട്ട് കോർപ്പറേഷൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചരിത്രം തിരുവനന്തപുരത്തുണ്ടായിട്ടുണ്ടോ? രാത്രി 10 മണി മുതലും വരെയും 11 മണി വരെയും രാവിലെ ഒരു 6-7 മണി മുതൽ ജനങ്ങൾ കോർപ്പറേഷനിലെത്തുകയാണ്. പരമാവധി ഭംഗിയായിട്ട് എല്ലാ കൗൺസിലർമാരും ജീവനക്കാരൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പിന്നെ അവിശ്വാസത്തിൻ്റെ കാര്യം, അവിശ്വാസം 6 മാസത്തിലൊരിക്കൽ അവിശ്വാസം കൊണ്ടുവരാൻ വ്യവസ്ഥയുണ്ട്. 5 വർഷം കൊണ്ട് 10 അവിശ്വാസം കൊണ്ടുവരാനുള്ള സ്പേസ് ഉണ്ട്. മറ്റൊന്ന് CPM-ഉം കോൺഗ്രസും കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിൽ ഒരുമിച്ചൊരു അവിശ്വാസം കൊണ്ടുവരുന്ന ദിനങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചുമതല ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം, വരട്ടെ. എന്തായാലും ഭരണസമിതി വളരെ ഭംഗിയായിട്ട് ഓരോ ദിവസവും കൂടുതൽ കെട്ടുറപ്പോടെ ജനപിന്തുണയോടെ 5 വർഷവും പൂർത്തിയാക്കും. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിക്കുവാനുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവിശ്വാസം കൊണ്ടുവരികയാണെങ്കിൽ LDF പിന്തുണക്കും എന്നുള്ളതാണ് കരുതുന്നത്. അതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ പിന്തുണച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, പിന്തുണച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. എന്ത് ചെയ്താലും സന്തോഷം. കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, നമുക്ക് കാണാം. പ്രതിസന്ധി ഉണ്ടാക്കുമോ മുന്നോട്ട്? ഞങ്ങൾ ഓരോ ദിവസവും കരുത്ത് കൂടി, ജനപിന്തുണ കൂടി വരും. ഇപ്പോൾ തന്നെ താങ്കൾ വന്നപ്പോഴേക്കും എത്രയോ പേരാണ് അവരവരുടെ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യങ്ങൾ കാണാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ 6 മണി മുതൽ രാത്രി 11-12 മണി വരെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ, അതൊക്കെ നടപ്പിലാക്കുന്ന സന്തോഷത്തിലാണ്, ആ ഇടപെടലാണ്, ആ തിരക്കിലാണ്. അതും അങ്ങ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഭരണസമിതിയെ താഴെയിറക്കാൻ കൂട്ടായ പ്രവർത്തനം ഇപ്പുറത്തെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, അങ്ങനെ തോന്നലുണ്ടോ? അല്ല, ഞങ്ങളങ്ങനെ കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. ഞങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷ കൗൺസിലർമാർ നിരവധി പേർ വന്നിരുന്നു. അവരുടെ വാർഡുകളിലെ തെരുവുനായെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് ചില കാര്യങ്ങൾക്ക് ഫണ്ട് ആവശ്യപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ അവരും തൃപ്തരാണ്. പ്രതിപക്ഷ കൗൺസിലർമാർ ഒറ്റയ്ക്ക് കണ്ട് സംസാരിച്ച് നോക്കും. പ്രവർത്തനത്തിൽ അവർ തൃപ്തരാണോ? അത് 2-3 നേതാക്കന്മാർ ഒഴിച്ച് ബാക്കി സാധാരണക്കാരായ കൗൺസിലർമാരെ കണ്ടു നോക്കും. എന്തായാലും ഞങ്ങൾ 101% തൃപ്തരാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസിലാണ്. 6 മാസത്തിലൊരിക്കൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള അവകാശം രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിനെയും സ്വാഗതം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും LDF പിന്തുണയ്ക്കുകയാണെങ്കിൽ BJPയുടെ നിലപാട് എന്തായിരിക്കും ആ സമയത്ത്? എന്ന് ഉദ്ദേശിച്ച് എങ്ങനെ തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരുമെന്നാണ്? അങ്ങനെ ഒരിക്കലും തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരാൻ പോകുന്നില്ല. BJP മാറി നിൽക്കുമോ? അങ്ങനെ ഒരു 75 അംഗം ഇല്ലാതിരിക്കാനുള്ള അങ്ങനെ ഒരു നീക്കം ഉണ്ടാവും? അല്ല, ഇപ്പോൾ രാവിലെ മുതൽ ഓരോ മാധ്യമങ്ങളും മാറി നിൽക്കും, വരില്ല, പിന്നെ എതിർത്തോട്ടി എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. തിങ്കളാഴ്ച ഒരു അവിശ്വാസ പ്രമേയവും ഒരിടത്തും ചർച്ചയ്ക്ക് വരാൻ പോകുന്നില്ല. തിങ്കളാഴ്ച വളരെ ഭംഗിയായിട്ട് ഉച്ചയ്ക്ക് 2:30 മണിക്ക് കൗൺസിൽ ചേരും. കൗൺസിൽ നേരത്തെ നിശ്ചയിച്ചു കൊടുത്ത നിരവധി അജണ്ടകളുണ്ട്. അജണ്ടകളൊക്കെ ചർച്ച ചെയ്തിട്ട് ഭംഗിയായിട്ട് പിരിയും. ചൊവ്വാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കും. ഇവർ പറയുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാലിന്യ പ്രശ്നവും തെരുവുനായ പ്രശ്നവും ഒക്കെയാണ് പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നുവെന്ന് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. തെരുവുനായ ഇപ്പോൾ പറയട്ടെ, ഇന്നടത്ത് ഇത്ര തെരുവുനായ ശല്യം ഉണ്ടാക്കുന്നു, ഈ നിമിഷം ഞാൻ സ്ക്വാഡിനെ വിട്ട് പിടിപ്പിക്കാം. ഞങ്ങളങ്ങനെ അങ്ങോട്ട് പറയില്ല. അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചൊരു ഭരണസമിതി ഉണ്ടായിട്ടുണ്ടോ? തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് പുറം എത്ര തെരുവുനായ്ക്കളെ പിടിച്ചു നിങ്ങൾ അവിടെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കൂ. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിലെ കുട്ടികൾ, അവിടുത്തെ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടുള്ള ഒരു വനിത പെൺകുട്ടി, ഇപ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസമുള്ളതെന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചുതരാം, ആ വീഡിയോ കാണിച്ചുതരാം. അപ്പോൾ ആ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റാണ് പറഞ്ഞത്. ഞാൻ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റാണ്. ഞങ്ങൾ മേയറോട് പറഞ്ഞു അത് പരിഹരിച്ചു എന്ന്. മ്യൂസിയം വളപ്പിൽ നിന്ന്, ബസ് സ്റ്റാൻഡിൽ നിന്ന്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, പിന്നെ ഈ പറയുന്ന പല നേതാക്കന്മാരുടെയൊക്കെ തന്നെ വാർഡുകളിൽ നിന്ന് ഒക്കെ തെരുവുനായ്ക്കളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൻ്റെ മുമ്പിൽ ഇത്ര തെരുവുനായ്ക്കളുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ നിമിഷം ഡോഗ് സ്ക്വാഡ് അവിടെ വരും. അത്രത്തോളം സേഫായിട്ട് ഞങ്ങൾ ഷെൽട്ടർ റെഡിയായി കഴിഞ്ഞു. ഇത് കേരളത്തിൽ ഇത്രയും വേഗത്തിൽ ഷെൽട്ടർ തയ്യാറാക്കിയിട്ടുള്ളത് എവിടെയാണ്? വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ പോയിരുന്നു. 3 ദിവസം ഉണ്ടായിരുന്നു. സംസ്ഥാന BJP പ്രസിഡന്റ് ഉൾപ്പെടെയാണ് പോയത്. ഞങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പക്ക പ്ലാനുമായിട്ടാണ് പോകുന്നത്. BPCLുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഗോവയിലും ഇൻഡോറിലും ഒക്കെ ഉള്ളതുപോലുള്ള ഒരു പ്ലാന്റ് BPCL സീറോ ഇൻവെസ്റ്റ്മെൻറ്റാണ് കോർപ്പറേഷന്. അത് തയ്യാറാണ്. പക്ഷേ അതിന് കുറച്ച് ഹോംവർക്കുണ്ട്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ടും പരിഹരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുകയും ഒരു സൊല്യൂഷനിൽ എത്തുവാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുൻപേ കാര്യങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ദിവസം 1,250 പേർ മേയറെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ ഒരു വിധത്തിൽ പരിഹരിക്കപ്പെടുന്നുണ്ടല്ലേ അവർ വരുന്നത്. 5000 കുട്ടികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 1000-1200 രൂപ ഉദ്ദേശം വിലപിടിപ്പുള്ള സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു. 101 വാർഡിൽ യോഗ സെൻറ്ററുകൾ ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനെ മനുഷ്യസാധ്യമായ വേഗതയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് 1.5 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പൊതു തിരഞ്ഞെടുപ്പ് വന്നു. പിന്നെ ഞങ്ങൾക്ക് 2 മാസം കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ പ്രശ്നമായിരുന്നു. കോഡ് ഓഫ് കോണ്ടാക്റ്റ് കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് വന്ന് അതിലെ മന്ത്രിമാരൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 6 മാസം കൊണ്ടൊരു ഭരണസമിതിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു? ഞാൻ ചോദിക്കട്ടെ, പാളയം മാർക്കറ്റിൽ 45 വർഷമായി നിലനിന്ന ഗുണ്ടാപ്പിരിവ് അവസാനിപ്പിച്ചതാരാ? സാധിച്ചു അവർക്ക്. അപ്പോൾ അതിലൊക്കെ അവിശ്വാസമുണ്ടെങ്കിൽ ഉദ്ദേശം വേറെയാണ്. ഞാൻ ബാക്കി നാളെ പത്രക്കാരെ കാണുന്നു, പത്രസമ്മേളനം നടന്നു, അതിൽ പറയാം. എല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ നാളെയും കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ കുറച്ച് വാർത്ത വേണ്ടേ. എന്തായാലും പറയട്ടെ, അവിശ്വാസ പ്രമേയം വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുഗതൻ എന്തായാലും ഒരു 4 ആഴ്ച കൂടി ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം വേണമല്ലോ. അപ്പോൾ ഒരു സ്വതന്ത്രനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തുള്ളത്, മറ്റൊരു സ്വതന്ത്രൻ സ്വാഭാവികമായിട്ടും വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രീതി പിടിച്ചു പറ്റുക, അങ്ങനെ ഒരു നീക്കം കൂടി ഉണ്ടാകും. രാഷ്ട്രീയത്തിൽ നമുക്ക് എല്ലാ കാര്യവും എപ്പോഴും പറ്റില്ലല്ലോ, പറയാനും പാടില്ലല്ലോ. രാഷ്ട്രീയത്തിലെല്ലാം പൊളിറ്റിക്സ് ഈസ് ദ ആർട്ട് ഓഫ് പോസിബിലിറ്റി. സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം. ഞങ്ങളുടെ പിന്തുണ ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം കൊണ്ടുവരുന്നില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. വിശ്വാസം അവതരിപ്പിക്കില്ല എന്നുള്ള പ്രതീക്ഷയിൽ. ഇല്ല, തിങ്കളാഴ്ച ഒരു കാരണവശാലും ഒരു അവിശ്വാസം വരാൻ പോകുന്നില്ല. ഇനി അവിശ്വാസം അവതരിപ്പിക്കുവാനുള്ള അവകാശം നിയമത്തിൽ പറയുന്നുണ്ട് 6 മാസത്തിലൊരിക്കൽ. അപ്പോൾ 5 വർഷം കൊണ്ട് വേണമെങ്കിൽ 10 തവണ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാം. അപ്പോൾ അതും ജനാധിപത്യത്തിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൊണ്ടുവരില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത് തിങ്കളാഴ്ച ഒരു അവിശ്വാസ പ്രമേയം വരാൻ പോകുന്നില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തിങ്കളാഴ്ച. ഇനി തിങ്കളാഴ്ച കഴിഞ്ഞാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ 5 വർഷം കൊണ്ട് 10 അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. അത് പ്രയോജനപ്പെടുന്നവർ പ്രയോജനപ്പെടുത്തിയോട്ടെ, ഞങ്ങൾ അതിനെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അതല്ല, അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും തിങ്കളാഴ്ച അത് അവതരിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് മേയർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.